നാലാം ക്ലാസ്സുകാരിയുടെ അനുഭവക്കുറിപ്പ് അത് വായിച്ച് അതുവഴി കുഞ്ഞ് നേരിട്ട മാനസിക ശാരീരിക പ്രയാസങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ വായിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് പഞ്ചായത്തിന് മുൻപിലുള്ള പ്രതിവിധിയായി കാണുന്നത്? വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഉണ്ടായത്. ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയത്തിൽ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ അത് നടത്തുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം, പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് തല ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി കൂടി നാളുകളിൽ ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടു. അപ്പോൾ ഇത്തരം കുടുംബങ്ങൾ ഒന്നിലധികം നമ്മുടെ നാട്ടിൻപുറങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയാൻ ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്നത് നമ്മുടെ അധ്യാപകർക്ക് തന്നെയാണ്. സ്കൂൾ തലത്തിൽ അത്തരമൊരു ക്രമീകരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കുടുംബങ്ങളുടെ ഒരു പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാമത് കൂടുതൽ ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകേണ്ട ഒരു സാഹചര്യം കണക്കാക്കിക്കൊണ്ട് ഒരു 50 പേരടങ്ങുന്ന ഒരു പാനൽ തയ്യാറാക്കാൻ, അധ്യാപകരടക്കമുള്ള പൊതുസമൂഹത്തിൽ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാൻ ശേഷിയുള്ള ഒരു 50 പേരടങ്ങുന്ന കമ്മിറ്റിയെ എടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. ആ 50 പേരടങ്ങുന്ന കമ്മിറ്റിക്ക് ഒരു പരിശീലനം, ഇതിൽ വിദഗ്ധരായ ആൾക്കാരെ കൊണ്ടുവന്നവർക്ക് ഒരു പരിശീലനം നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ എല്ലാ തലത്തിലുമുള്ള ഇത്തരം ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ പേരിന് വേണ്ടി പരിപാടി നടത്തുന്നു. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ആളുകൾ മാത്രമാണ്, കുട്ടികളായാലും രക്ഷകർത്താക്കളായാലും എത്തുന്നത്. അതിന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുവാദത്തോടുകൂടി ഹൈസ്കൂള് പഞ്ചായത്തിലെ എല്ലാ ഹൈസ്കൂളിലും ക്ലാസ് റൂമുകളിലേക്ക് പോയി ഒരു അരമണിക്കൂർ എടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകാനും, കുടുംബശ്രീയായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷകർത്താക്കൾക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണം നടത്താനുള്ള അത് കുടുംബശ്രീയായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡ് തലങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്ന് അവരെ വിളിച്ചുകൂട്ടി അത്തരം ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ രാവിലെ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വർദ്ധിച്ചു വരുന്നുണ്ട് സമൂഹത്തിൽ. അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അത്തരം കുടുംബങ്ങളുടെ ഒരു ലിസ്റ്റ് പഞ്ചായത്ത് തലത്തിൽ, സ്കൂൾ തലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് കുട്ടികളുടെ ആത്മഹത്യ, ഇപ്പം നമ്മുടെ പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച +2 സേ പരീക്ഷ എഴുതി അതിൽ വിജയിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പം അതും ദുഃഖകരമായൊരു സംഭവമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഈ പഞ്ചായത്തെടുത്ത ഈ തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ എന്താണ് നിരന്തര മോണിറ്ററിംഗ് ഉണ്ടോ? ഇത് നമ്മളൊരു 30 ദിവസത്തിനുള്ളിൽ ഈ ക്യാമ്പയിൻ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. വീണ്ടും CPC കൂടി ഇത് മോണിറ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. നാലാം ക്ലാസ്സുകാരിക്ക് കുഞ്ഞ് അനുഭവിച്ച അവൾ നേരിട്ട പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ മറ്റാർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും കൂടി ഉറപ്പുവരുത്തുന്നതാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.